രേഷന്ദ്രൻ ഡോക്ടറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമയിലെ കുറച്ച് നാളുകളായിട്ട് അത്ര നല്ല നാളുകളല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന് നമ്മളൊരു 2016 അല്ലെങ്കിൽ ഒരു 17 അല്ലെങ്കിൽ ഒരു 18 ശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മിക്ക സിനിമകളും അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ടു. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഒരു പുലിമുരുകൻ എന്നൊക്കെ പറയുന്ന സിനിമകൾ മാത്രം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തിയേറ്ററിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരാജയ പരമ്പരകൾ ഇങ്ങോട്ട് തുടർന്നുകൊണ്ട് വന്നു. ഇപ്പോൾ ഒരു 2024 മറ്റോ ഇറങ്ങി നേരെന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിന് സാമാന്യം നല്ലൊരു വിജയം, സാമാന്യം എന്ന് വെച്ചാൽ നല്ലൊരു രീതിയിലുള്ളൊരു വിജയം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ പരമ്പര തുടർന്നുകൊണ്ടിരുന്നു. ബറോസിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സിനിമകളിലൂടെ മലയക്കോട്ടെ വാലിബൻ പോലുള്ള സിനിമകളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ പരമ്പര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ 175-180 കോടി മുതൽ മുടക്കിൽ ചിത്രീകരിച്ചിറക്കി. അതും തിയേറ്ററിൽ ഏതാണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പം അതിനെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഫാൻസിലെ പല ആൾക്കാരും പറയാറുണ്ട്, എന്തുകൊണ്ട് OTT റൈറ്റും അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റും അല്ലെങ്കിൽ മറ്റ് ബിസിനസ് കളക്ഷൻ കൂട്ടുന്നില്ല, അതുകൂടൊക്കെ കൂട്ടിയിട്ടാണ് ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത്. ഇവരോടൊക്കെ ഞാൻ പല പ്രാവശ്യം വീഡിയോ രൂപത്തിലും കമൻറ്റ് രൂപത്തിലും ചോദിച്ചു, ഇത് ലാലേട്ടന് മാത്രമേ ഉള്ളൂ ഇളവ്? ലാലേട്ടൻ്റെ ഒരു സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ തിയേറ്റർ കളക്ഷനോടൊപ്പം മറ്റ് ബിസിനസ് കളക്ഷനോടെ കൂട്ടിയിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത്? മമ്മൂക്കയ്ക്ക് ഇതൊന്നും ബാധകമല്ലേ? അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് തന്നെ ഓടി വിജയിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പരാജയപ്പെട്ടതാണോ അതിൻ്റെ അർത്ഥം? ഇത് ഞാൻ പല പ്രാവശ്യം പലരോടും ചോദിച്ചിട്ടുണ്ട്. ഏതായാലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിൽ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് 175 കോടി 180 കോടി മുതൽ മുടക്കിൽ എടുത്തിരിക്കുന്ന സിനിമ ഏതാണ്ട് 265 കോടി മാത്രമേ തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെയാണ് ട്രാക്കർമാർ കണക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പുലിമുരുകനോ ഒരു ലൂസിഫറോ ഒരു നേരോ ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും പരാജയപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ സാമാന്യം നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വലിയ രീതിയിലുള്ള വിജയം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എനിക്ക് തോന്നുന്നു 1-2 ഒരു ദിവസം റിലീസിൻ്റെ ദിവസവും തൊട്ടടുത്ത ദിവസവും മറ്റെങ്ങാണ്ട് ഒരു വീഡിയോ ചെയ്ത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമകളുടെ പ്രത്യേകിച്ച് തുടരും എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് വേൾഡ് വൈഡായിട്ട് 69 കോടിയോ അല്ലെങ്കിൽ 84 കോടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാത്തത്? അപ്പം ഞാൻ താഴെ മറുപടി കൊടുത്തു. കാര്യം ഒരു വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോ യൂട്യൂബർമാരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിൻ്റെ പലരും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടനെ ആജീവനാന്തം തോളിലേറ്റ് താങ്ങി നടക്കുന്ന യൂട്യൂബേഴ്സ് വല്ലതും വീഡിയോ ചെയ്യും? ഇല്ല, അവർക്ക് സൗകര്യം ഉണ്ടെങ്കിലേ വീഡിയോ ചെയ്യത്തുള്ളൂ. ഏത് വീഡിയോ ചെയ്യണം ഏത് വീഡിയോ ചെയ്യേണ്ടെന്ന് ഓരോ യൂട്യൂബർമാരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട എന്നുള്ളൊരു കണക്കുകൂട്ടിലിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഈ ലാലേട്ടൻ്റെ ഫാൻസുകാരുടെ ഇത്തരത്തിലുള്ള ആവേശങ്ങളും, അതായത് പലരും വന്നിട്ട് ഈ പറഞ്ഞ കണക്ക് സാഗ്നിൽക്കിൻ്റെ കണക്ക് നോക്കി വീഡിയോ ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് തുടരും സിനിമയ്ക്ക് വീഡിയോ ചെയ്യാത്തത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പക്ഷെ അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് തോന്നും ഒരു സഭ്യതയില്ലാത്ത ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കണക്ക് കൂടിയിരുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒന്ന് ഞെളിഞ്ഞിരിക്കാനും, അതായത് ഇരുന്ന സീറ്റിൽ തന്നെ ഒന്ന് കൂനിയിരുന്ന, അതായത് ലാലേട്ടൻ്റെ സിനിമകളുടെ പരാജയങ്ങളുടെ പുറത്ത് തലകുനിച്ചിരിക്കേണ്ടി വന്നിരിക്കുന്ന ആളുകൾക്ക് പലർക്കും ഇപ്പോൾ ഒന്ന് നിവർന്നിരിക്കാനും ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കോളർ ഒന്ന് പിടിച്ചൊന്ന് നേരെ വെക്കാനും ഒക്കെ പറ്റി. കാര്യം ഈ പറഞ്ഞ കണക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ മറുപടി പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ ആയിരുന്നു ലാലേട്ടൻ്റെ സിനിമകൾ തിയേറ്ററിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഈ ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഫാൻസുകാരാണെന്ന് തന്നെ പറയാൻ നാണക്കേടിൻ്റെ ഒരവസ്ഥ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരു പുതുജീവൻ വെച്ചിരിക്കുന്നു തുടരും എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു കാലത്ത് ഇങ്ങനെയുള്ള പല ആൾക്കാരും തലപൊക്കും. അവർക്ക് തോന്നും ഇപ്പം ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പം അവരൊന്ന് ഞെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് കോളറിലൊക്കെ പിടിച്ചൊന്ന് നേരെ ഇരിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് കൊണ്ട് ഇനി അടുത്ത ഒരു 10 കൊല്ലത്തേക്കുള്ള സിനിമകൾ ലാലേട്ടൻ പൊട്ടിച്ചാലും ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഇവരിപ്പോൾ 2016 പുലിമുരുകനെയോ 2019 ലൂസിഫർ ഒക്കെ പറയുന്ന കണക്ക് ഇനിയിപ്പോൾ ഇവർക്ക് കുറേ വർഷങ്ങളിലേക്ക് പറയാൻ സാധിക്കും 2025 ഞങ്ങൾക്ക് തുടരും എന്ന് പറയുന്ന ഒരു സിനിമ ലാലേട്ടൻ്റെ ഉണ്ടായിരുന്നു, അതൊരു വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം നേടിയിട്ടുള്ള സിനിമയാണ് എന്നൊക്കെ ഇവർക്ക് കുറച്ച് കാലത്തേക്ക്
പറഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഒരു വലിയൊരു വിജയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ട് ക്രിക്കറ്റിൽ ചില താരങ്ങളെ കുറിച്ച് പറയും, അതായത് ചിലപ്പോൾ ഒരു കളിയിൽ ഒരു വലിയ സെഞ്ചുറി ആയിരിക്കും അടിക്കുന്നത്, പിന്നീടുള്ള കളികളിലെല്ലാം വന്ന് ഡക്കായിട്ട് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ വീരേന്ദ്ര സെഹ്വാഗ് തന്നെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അടിച്ചു കളിക്കുന്ന ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു ഫോം നിലനിർത്തി എല്ലാ കളിയിലും കളിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ലാലേട്ടൻ്റെ അവസ്ഥ ഏറെക്കുറെ അത് തന്നെയാണ്. ലാലേട്ടൻ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു 50 കോടിയോ ഒരു 75 കോടിയോ ചിലപ്പോൾ ഒരു 100 കോടി ക്ലബിലൊക്കെ എത്തും. പക്ഷെ പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞ കണക്ക് സെഹ്വാഗ് ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം തുടരെ പെട്ടെന്നുള്ള കളികളിൽ ഡക്കിറങ്ങി പോകുന്ന കണക്ക് ലാലേട്ടൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോഴും ഈ ഫാൻസുകാർ ഇവിടെയൊക്കെ തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അന്നേരവും ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് അന്നൊരു തുടരുമില്ലായിരുന്നോ, ഞങ്ങൾക്ക് അന്നൊരു എമ്പുരാൻ പൊട്ടിപ്പോയവിടെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കൊരു ലൂസിഫർ ഇല്ലായിരുന്നോ, ഞങ്ങൾക്കൊരു പുലിമുരുകൻ ഇല്ലായിരുന്നോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നേരില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരാൻ മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള വീഡിയോകളോ ഇത്തരത്തിലുള്ള വാക്കുകളോ ഒന്നും ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. എന്നിട്ട് തന്നെ പല വാക്കുകൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി വിടുക. പക്ഷേ ഈ നമ്മുടെ വീഡിയോകളുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പ്രകോപിപ്പിച്ച് ഈ ചൊറിയുന്ന പരിപാടിയുള്ള ചില ലാലേട്ടൻ ഫാൻസുകാരുണ്ട്. അപ്പം ഒരാൾ ചോദിച്ച് മറുപടി തരാതിരിക്കരുത്, ഭയന്ന് മറുപടി തരാതിരിക്കരുത്. അപ്പം ഞാൻ മറുപടി പറഞ്ഞ് ആ ആക്കും അതിനപ്പുറത്തുള്ള ആക്കും മറുപടി കൊടുത്തിട്ടാണ് എൻ്റെ ശീലം. കാര്യം ഇതിലും വലിയ ആളുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാത്തതിന് അല്ലെങ്കിൽ മറുപടി ഇല്ലാത്തതിൻ്റെ പുറത്ത് ഒഴിഞ്ഞു മാറി ഇരിക്കുന്ന ആളല്ല ഞാൻ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കമൻറ്റിൻ്റെ രൂപത്തിലായിരിക്കും, പിന്നെ ഒരുപാട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ രൂപത്തിൽ മറുപടി കൊടുക്കും. ഇനി ആർക്കായാലും എവിടെയായാലും എങ്ങനെയായാലും മറുപടി കൊടുത്തിരിക്കും. അതിനൊന്നും പുറകോട്ട് മാറിയിരിക്കുന്ന ചില യൂട്യൂബേഴ്സിനെ കണ്ട് ശീലിച്ച ആളുകൾക്ക് അങ്ങനെ പലതും തോന്നും. അപ്പം ഞാൻ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് അടുത്ത ഒരു 10 വർഷത്തേക്ക് ആഘോഷിക്കാനുള്ള ഒരു സിനിമയായി. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് 1ഉം 2ഉം ഭാഗങ്ങളുണ്ടായി. ഇപ്പം 3ആം ഭാഗം ജിത്തു ജോസഫിനെ കൊണ്ട് പിടിച്ചിരുത്തി എഴുതിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ റാം എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ 1ഉം 2ഉം ഭാഗങ്ങൾ അനൗൺസ് ചെയ്ത് 2 ഭാഗങ്ങളും ഈ പറഞ്ഞ കണക്ക് നിർമ്മാതാവിൻ്റെ ഭാഗ്യം കൊണ്ട് അത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയും ലൂസിഫർ ഇറങ്ങി, രണ്ടാമത് എമ്പുരാൻ ഇറങ്ങി, ഇനി 3ാമതൊരു ഭാഗം ഉണ്ടാവും എന്ന് പറയുന്ന കേട്ട്. ഇനി തുടരും സിനിമയ്ക്ക് എത്ര ഭാഗം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു പക്ഷേ ഇനി തരുൺ മൂർത്തിക്ക് മറ്റൊരു സിനിമ പോലും ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതെ തുടരും 1 അല്ലെങ്കിൽ തുടരും 2 തുടരും 3 തുടരും 4 തുടരും 5 എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തുടരും പരമ്പര തന്നെ ഇവിടെ സൃഷ്ടിക്കും. അല്ലാതെ ഇനി തരുൺ മൂർത്തിക്ക് സേഫായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് മറ്റൊരു സിനിമയോ അല്ലെങ്കിൽ മറ്റൊരു നായകനെ വെച്ചൊരു പടം ചെയ്യാനുള്ള ഒരു അവസരം ഈ പറയുന്ന കണക്ക് ആശീർവാദിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന്. ഇതിപ്പോൾ ഈ സിനിമ എടുത്ത രജപുത്ര രഞ്ജിത്ത് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അവസരം ഇനി ഈ ലാലേട്ടൻ്റെയോ ആന്റണി പെരുമ്പാവൂരിൻ്റെയോ ഭാഗത്തുനിന്ന് തരുൺമൂർത്തിക്ക് മറ്റൊരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ 2ാം ഭാഗവും 3ാം ഭാഗവും എഴുതുന്നിടം വരെ തരുൺമൂർത്തിയെ പിടിച്ചിരുത്തി എഴുതിപ്പിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ ഫാൻസിന് അടുത്ത കുറച്ച് നാളത്തേക്ക് ആഘോഷിക്കാനുള്ള വകയായി. ഏതായാലും നമ്മൾ പറഞ്ഞ കണക്ക് ഒരു 100 കോടി ക്ലബിൽ തുടരും എത്തിയിട്ട് ഒരു വീഡിയോ ചെയ്താൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് തുടരും, എനിക്കൊന്ന് നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ ഒരു 100 കോടി ക്ലബിലെത്തും. അപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട്, ലാലേട്ടനെ അഭിനന്ദിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള നല്ല സിനിമ പ്രേക്ഷകന് സമ്മാനിച്ച രജപുത്ര രഞ്ജിത്തിനെ അഭിനന്ദിച്ചുകൊണ്ട്, തരുൺ മൂർത്തിയെ പോലെ ഒരു ഡയറക്ടറെ അഭിനന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്കൊക്കെ ആശ്വാസവും സന്തോഷവും ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.